CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. RSSR എവിടെ പ്രതിരോധിച്ചു, അതിൻ്റെ പേരിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്ന്, എന്ത് നഷ്ടം സംഭവിക്കേണ്ടി വന്നൊക്കെ പറഞ്ഞ അതൊന്നും രഹസ്യമായിട്ട് ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങളില്ല. പബ്ലിക് അറിയാവുന്ന കാര്യങ്ങളില്ലേ. അതെല്ലാം അങ്ങനെയെല്ലാം പറയുമ്പോൾ ജനങ്ങൾ പറയുന്നവരുടെ വാക്കിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കുറഞ്ഞു വരികയുള്ളൂ. കാരണം ഈ ദിവസങ്ങളിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ CPI നേതാക്കളുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായപ്പോഴും എല്ലാം ഇതിന് ആധ്വനി അതിലുണ്ടായിരുന്നു. അതായത് CPM ഇതിൽ മൃദുത്വം കാണിക്കുന്നു, CPI കർശന നിലപാടെടുക്കുന്നു എന്ന തരത്തിലേക്ക്. അല്ല, അത് ഞാനെന്ത് പറയാൻ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അതിന്റെ വസ്തുത പറഞ്ഞാണ്. അല്ല, അതുകൊണ്ട് തന്നെ ആ രൂപീകരിച്ച കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോലും പുച്ഛമായിട്ടല്ലേ പറഞ്ഞത്. ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, എന്താ അതിന്റെ ഭാവി എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതെല്ലാം അതിന്റെ വഴിക്ക് പോകും, അതൊന്നും ഇവിടെ പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ അല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് പോലും ഒരു വില കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അതിനൊക്കെ വിലയൊക്കെ ഉണ്ട്. ആ കമ്മിറ്റി കൂടി തീരുമാനിച്ച് കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ ഓരോരുത്തരിൽ നിന്ന് എഴുതി വാങ്ങി ഏത് ഭാഗമാണ് ഇതിൽ ഒഴിവാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അങ്ങനെയാണല്ലോ തീരുമാനം. കെപ്റ്റ് ഇൻ അബെയൻസ് അല്ലേ, നോട്ട് വിഡ്രോയൽ. ഫണ്ട് കിട്ടാത്തതിൽ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണമെന്ന് മന്ത്രി പറഞ്ഞല്ലോ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് 45 മിനിറ്റ് നേരം ചർച്ച ചെയ്തു. കേരളത്തിന്റെ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ PMC പദ്ധതി ഫണ്ട് ഒഴികെയുള്ള കാര്യങ്ങളാണ്. PMC പദ്ധതിയുടെ കാര്യം ക്യാബിനറ്റിന്റെ തീരുമാനം കേന്ദ്രമന്ത്രിയെ ഞാൻ നേരിട്ട് അറിയിക്കുകയും ഇന്നലെ രാവിലെ തന്നെ കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.